Next question, 21st question. This section last question. Find the volume of the solid. Find the volume of the solid generated by. Find the volume of the solid generated by revolving the region. Find the volume of the solid generated by revolving the region bounded by. Find the volume of the solid generated by revolving the region bounded by y equal to root x and the lines y equal to 2 and x equal to 0 and the lines y equal to 2 and x equal to 0. Find the volume of the solid generated by revolving the region bounded by y equal to root x and the lines y equal to 2 and x equal to 0 about 4 part ഉണ്ട് a x axis, about the x axis, b the y axis, about കഴിഞ്ഞിട്ട് a the x axis, b the y axis, c the line y equal to 2, c the line y equal to 2, d the line x equal to 4. Question വായിച്ച് നോക്കി. Find the volume of the solid generated by revolving the region bounded by y equal to root x and the line y equal to 2 and x equal to 0 about x axis, y axis, y equal to 2 and x equal to 4. അപ്പോൾ ഒരേ റീജിയനെ തന്നെ പല രീതിയിൽ റിവോൾവ് ചെയ്യുമ്പം കിട്ടുന്ന സോളിഡ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ എക്സ് ആക്സിൽ കൂടെ റിവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കില്ല വൈ ആക്സിസ് റിവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായിരിക്കില്ല വൈ ഈക്വൽ ടു 2 എന്നുള്ള ലൈനിൽ റിവോൾവ് ചെയ്യുമ്പോൾ, എക്സ് ഈക്വൽ ടു 4 ചെയ്യുമ്പോൾ വേറെ ആയിരിക്കും. അപ്പം എല്ലാത്തിനും ബേസിക് ആയിട്ടുള്ള നമ്മുടെ റീജിയൻ സെയിം ആണ്, പക്ഷെ നമ്മൾ 4 ഫിഗർ വരയ്ക്കണം, കാരണം എല്ലാത്തിനും റേഡിയസ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഫിഗർ ഒന്ന് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വൈ ഈക്വൽ ടു റൂട്ട് എക്സ്, വൈ ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് വൈ ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ നമ്മളതൊരു പരാബോളയാണ് അല്ലേ. വൈ ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് 0 വരുമ്പം വൈയും 0, എക്സ് 1 വരുമ്പം വൈയും 1, എക്സ് 2 വരുമ്പം വൈ റൂട്ട് 2 വരും, എക്സ് 4 വരുമ്പം വൈ എന്ന് പറയുന്നത് 2 വരും. അപ്പോൾ ഇത് 4 വരുമ്പം 2. പരാബോള ഏകദേശം ഇങ്ങനെ പോകുന്ന പരാബോളയാണ് അല്ലേ. 0 0 1 1, 4ന് 2, ഇനി 9 വരുമ്പം 3. ഇത് ഇങ്ങനെ പോകുന്നൊരു പരാബോളയാണ്. ഇങ്ങനെ പോകുന്ന പരാബോള, അതായത് ഇങ്ങനെ വരുന്ന പരാബോള. കാരണം ഇനി നമ്മൾ y ഈക്വൽ ടു -2 വന്നാലും 4 ആണ്. അപ്പോൾ ഇതാണ് പരാബോള. അപ്പോൾ പരാബോള എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്ക് അത്രയും വേണ്ട, നമുക്ക് ആ ഒരു അടിയിലോട്ടുള്ള പോർഷൻസ് വേണ്ട. നമുക്ക് വേണ്ടത് y ഈക്വൽ ടു റൂട്ട് എക്സ്, y ഈക്വൽ ടു 2, ഇത് y ഈക്വൽ ടു 2, ഇത് x ഈക്വൽ ടു 0. അപ്പം ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഫിഗർ ഇതാണ്. ഇത് നമ്മുടെ പരാബോള y ഈക്വൽ ടു റൂട്ട് എക്സ്, ഇത് y ഈക്വൽ ടു 2, ഇത് x ഈക്വൽ ടു 0. ആദ്യം ഈ ഒരു ഫിഗർ വരച്ച് വെക്കാം, എന്നിട്ട് ഇതിനൊന്ന് ഷെയ്ഡ് ചെയ്യാം. ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഫിഗർ. ഇത് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ പ്രോബ്ലം വെച്ചിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് എക്സ് ആക്സിസാണ്. എക്സ് ആക്സിന് നമുക്ക് അപ്പോൾ ആദ്യം എ എന്നിട്ടിട്ട് എക്സ് ആക്സിസ് എടുക്കാം. എന്നിട്ട് നമ്മൾ ഫിഗർ നോക്കിയേ, എക്സ് ആക്സിൽ കൂടെ റിവോൾവ് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു റീജിയനെയാണ് എക്സ് ആക്സിസ് റിവോൾവ് ചെയ്യേണ്ടത്. എക്സ് ആക്സിസുമായിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ വാഷർ മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ആദ്യം എ എന്നിട്ടിട്ട് എബൌട്ട് ദ എക്സ് ആക്സിസ് ആണല്ലോ. ഹിയർ we have to use washer method.
ക്ലിയർ ആണോ? വാഷർ മെത്തേഡ് വേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ വൈ ആക്സിസും ഈ റീജിയനും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ചെയ്യുമ്പം അപ്പം നമ്മുടെ ഒരു സോളിഡിന് ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. നമ്മുടെ ഇങ്ങനെയുള്ള ഇതിൻ്റെ അകത്ത് ഇത്രയും പോർഷന് ആണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള പോർഷന് ഗ്യാപ്പുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത്. y equal to 2, y equal to root x, x equal to 0. അപ്പം ഇനി നമുക്ക് ആർ ഓഫ് എക്സ്, ഇത് നമ്മുടെ ആർ ഓഫ് എക്സ് ആയിരിക്കും, ഇത് നമ്മുടെ ക്യാപിറ്റൽ ആർ ഓഫ് എക്സ് ആയിരിക്കും. അപ്പം നമുക്ക് സ്മോൾ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ വൈയുടെ വാല്യൂ അല്ലേ, ഇതാണ് ഇതിന് നമുക്ക് സ്മോൾ ആർ ഓഫ് എക്സ്, ഈ ഒരു ചെറിയ എക്സ് ആക്സിൽ നിന്ന് ആദ്യത്തെ കേർവിലോട്ടുള്ള ഡിസ്റ്റൻസിന് നമുക്ക് സ്മോൾ ആർ ഓഫ് എക്സ് എന്ന് വിളിക്കാം. അതെന്ന് പറയുന്നത് എത്രയായിരിക്കും? y ഈക്വൽ ടു റൂട്ട് എക്സ് അല്ലേ, നമ്മുടെ പരാബോളയാണ്. എക്സ് ആക്സിസിൽ നിന്ന് പരാബോളയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് y ഈക്വൽ ടു റൂട്ട് എക്സ് ആണ്. അപ്പം വൈയുടെ വാല്യൂ റൂട്ട് എക്സ് ആണ്. ഇനി ഇത് നമ്മുടെ ക്യാപിറ്റൽ ആർ ഓഫ് വൈ ആണ്. ക്യാപിറ്റൽ ആർ ഓഫ് വൈ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പം ക്യാപിറ്റൽ ആർ ഓഫ് വൈ നമുക്ക് 2 ആയിട്ട് വരും. ഇനി നമുക്ക് വേണ്ടത് എക്സ് ആക്സിൽ കൂടെ റിവോൾവ് ചെയ്യുന്നതുകൊണ്ട് എക്സിൻ്റെ റേഞ്ചാണ്. നമുക്കറിയാം ഈ പരാബോള ഇവിടെ മീറ്റ് ചെയ്യുന്ന എവിടെയാണ്? 2, 4 എന്നുള്ള പോയിന്റിലല്ലേ മീറ്റ് ചെയ്യുന്നത്. 2, 4 അല്ല 4, 2 പറഞ്ഞാൽ മാറിപ്പോയതാണ്. y ഈക്വൽ ടു റൂട്ട് എക്സ് എന്നുള്ള പരാബോള y ഈക്വൽ ടു 2 വരണമെന്നുണ്ടെങ്കിൽ ഇത് 4, 2 എന്നുള്ള പോയിൻ്റായി. എക്സ് 4 വരുമ്പോഴാണ് 2 വരുന്നത്. അപ്പോൾ ഇത് 4, 2 എന്നുള്ള പോയിൻ്റ്. അപ്പോൾ ഇത് എക്സ് ഈക്വൽ ടു 4 ആണ്. എക്സ് വേരീസ് ഫ്രം 0 to 4. വോളിയം ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 4 ry സ്ക്വയർ മൈനസ് സ്മോൾ ry സ്ക്വയർ dy എന്ന് വരും. അപ്പം പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 4 ry എന്ന് പറയുന്നത് 2 സ്ക്വയർ 4 മൈനസ് റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് വരും. റൂട്ട് എക്സിൻ്റെ സ്ക്വയർ ആണ് എക്സ്. അപ്പോൾ 4 മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ അത് പൈ ഇൻറ്റു 4ൻ്റെ ഇൻ്റഗ്രൽ 4x, എക്സിൻ്റേത് എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം 0 to 4. അപ്പോൾ അത് പൈ ഇൻറ്റു 4 4s are 16 മൈനസ് 4 സ്ക്വയർ ബൈ 2 16/2 8. ഇനി എക്സിന് 0 കൊടുക്കുമ്പോൾ 0 ആണ്. അപ്പോൾ സോ ദിസ് ഈസ് ഈക്വൽ ടു 8 പൈ എന്ന് വരും. ആൻസർ നമുക്ക് 8 പൈ ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ റീജിയൻ ഇതാണ്. ഈ റീജിയനിൽ ഇതാണ് നമ്മുടെ റീജിയൻ വരുന്നത്. അതും എക്സ് ആക്സിസും തമ്മിൽ ഗ്യാപ്പുണ്ട്. ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് വാഷർ മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അപ്പോൾ ആദ്യത്തെ ആൻസർ നമുക്ക് 8 പൈ കിട്ടി. ഇനി നമുക്ക് ബി പാർട്ട് ചെയ്യാം. എല്ലാത്തിനും സെപ്പറേറ്റ് ഫിഗർ വരയ്ക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോവേ. ബി പാർട്ടിൽ വൈ ആക്സിസിൽ കൂടിയാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു പരാബോള, ഇത് y ഈക്വൽ ടു 2, ഇത് എക്സ് ഈക്വൽ ടു 0, ഇത് എക്സ് ഈക്വൽ ടു 4. അപ്പം ഈ ഒരു റീജിയനെയാണ് നമ്മൾ വൈ ആക്സിസ് റിവോൾവ് ചെയ്യുന്നത്. നിങ്ങൾ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുക, പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് വൈ ആക്സിസിൽ കൂടെ റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പുറത്തോട്ട് എന്ത് കിട്ടും? ഇതേപോലെ തന്നെ അല്ലേ, ഈ ഒരു ഫോമിൽ ഒരു സാധനമല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പം ഞാൻ ഷെയ്ഡ് ചെയ്തത് മായ്ക്കുവാണ്. നിങ്ങൾ ആദ്യം ഒന്ന് ഷെയ്ഡ് ചെയ്യണേ. അപ്പം ഇതാണ് ഈ ഒരു റീജിയനെ നമ്മൾ വൈ ആക്സിസിൽ കൂടെ റിവോൾവ് ചെയ്യുമ്പം നമുക്ക് ഒരു സർക്കുലർ ഡിസ്കിൻ്റെ റേഡിയസ് കാണാം. ഇപ്പോൾ ഇവിടെ വൈ ആക്സിസും ഈ റീജിയനും തമ്മിൽ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡിസ്ക് മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. വി അപ്ലൈ ഡിസ്ക് മെത്തേഡ്. കാരണം എന്താ? ഈ വൈ ആക്സിസും ഈ ഒരു റീജിയനും തമ്മിൽ ഗ്യാപ്പ് ഒന്നുമില്ല. Therefore
ആർ ഓഫ് വൈ, അവിടെ ഒറ്റ ആർ ഓഫ് വൈയേ ഉള്ളൂ. അവിടെ ആർ ഓഫ് വൈയുടെ ഫോർമുല എന്താണ്? ആർ ഓഫ് വൈ എന്ന് പറയുന്ന ഈ ആക്സിസിൽ നിന്ന് ഇങ്ങോട്ട് ആ റീജിയൻ്റെ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസാണ്. ആർ ഓഫ് വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ. എക്സ് എന്ന് പറയുന്നത് എത്ര വരും? ഇവിടെ വൈ സ്ക്വയർ, വൈ ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുമ്പം വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണ്. ഇനി വൈയുടെ വേരിയേഷൻ വൈ 0 തൊട്ട് 2 വരെയാണ് വേരി ചെയ്യുന്നത്. 0 തൊട്ട് 2 വരെയാണ്. therefore വോളിയം ബൈ ഡിസ്ക് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to 2 പൈ ആർ വൈ സ്ക്വയർ dy which is equal to integral 0 to 2 pi into y സ്ക്വയറിൻ്റെ സ്ക്വയർ dy. അപ്പോൾ അത് y raised to 4 integral 0 to 2 pi y raised to 4 dy എന്ന് വരും. y സ്ക്വയറിന് സ്ക്വയർ ചെയ്യുമ്പോൾ y raised to 4 ആണ്. അപ്പോൾ അത് പൈ ഇൻറ്റു y raised to 4നെ ചെയ്യുമ്പോൾ y raised to 5/5 ഫ്രം 0 to 2 എന്ന് വരും. yക്ക് 2 കൊടുക്കുമ്പോൾ പൈ ഇൻറ്റു 32/5 മൈനസ് 0. അപ്പോൾ ആൻസർ 32 π/5 എന്ന് വരും. ആൻസർ 32 π/5. അപ്പം നമുക്ക് നോക്കിയേ, ആദ്യത്തേന് കിട്ടിയ ആൻസറേ അല്ല രണ്ടാമത്തേതിന് കിട്ടിയത്. എക്സ് ആക്സിൽ കൂടെ റിവോൾവ് ചെയ്തപ്പം നമുക്ക് കിട്ടിയ ആൻസർ അല്ല. വൈ ആക്സിസ് എക്സ് ആക്സിസ് ചെയ്തപ്പോൾ 8π കിട്ടി. വൈ ആക്സിസ് ചെയ്തപ്പം നമുക്ക് 32 π/5 ആണ് കിട്ടിയത്. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. രണ്ട് മെത്തേഡും യൂസ് ചെയ്തത്. എക്സ് ആക്സിസ് ചെയ്തപ്പം ഗ്യാപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ വാഷർ മെത്തേഡ് യൂസ് ചെയ്തു. വൈ ആക്സിസ് ചെയ്തപ്പം ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ ഡിസ്ക് മെത്തേഡാണ് യൂസ് ചെയ്തത്. ഇനി നമുക്കിതിൻ്റെ സി പാർട്ട് ചെയ്യാം. സി പാർട്ട് ലൈൻ വൈ ഈക്വൽ ടു 2ലാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇത് എക്സ് ആക്സിസ്, ഇത് നമ്മുടെ കർവ്, ഇത് നമ്മുടെ വൈ ഈക്വൽ ടു 2. ഈ വൈ ഈക്വൽ ടു 2 ഈ ഒരു പോർഷനെ, ഇതൊന്ന് ഷെയ്ഡ് ചെയ്യണേ, ഞാൻ ഷെയ്ഡ് ചെയ്യുന്നില്ല. ഈ ഒരു പോർഷനെ വൈ ഈക്വൽ ടു 2 കൂടെ റിവോൾവ് ചെയ്യുക. വൈ ഈക്വൽ ടു 2 ഈ ഒരു ലൈനിൽ കൂടെ റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇവിടെ ഏകദേശം ഇതിൻ്റെ ഒരു ഇമേജ് പോലെ ഇങ്ങനൊരു പോർഷനാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത് അല്ലേ? ഏകദേശം ഈ മനസ്സിലായോ? നമുക്ക് ഈ ഒരു പോർഷൻ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുക. അപ്പം നമുക്ക് ഈ ഒരു ലൈനിൽ കൂടെ നമ്മൾ ഈ കർവിനെ, ഈ ഒരു റീജനെ റിവോൾവ് ചെയ്യുമ്പം നമുക്ക് ഏകദേശം അതേ സ്ട്രക്ചറിലുള്ള ഇങ്ങനൊരു പോർഷനാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റേഡിയസ് ഓഫ് സർക്കുലർ ഡിസ്ക് എന്ന് പറയുന്നത് എന്താ? ഈ വൈ ഈക്വൽ ടു 2 നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ വരുന്നത്? ക്ലിയർ ആയോ? അപ്പം നിങ്ങളിതൊന്ന് ഷെയ്ഡ് ചെയ്യുക. എന്നിട്ട് വൈ ഈക്വൽ ടു 2 നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അതിനെ നമുക്ക് ആർ ഓഫ് എക്സ് എന്ന് വിളിക്കാം. ഇവിടെ ഈ ആക്സിസും ഈ ഒരു റീജിയൻ നമ്മൾ ഇത് നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്യുവാണെങ്കിൽ ഇത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റീജിയൻ, ഇത് നമ്മുടെ റീജിയൻ, ഇത് നമ്മുടെ ആക്സിസ്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡിസ്ക് മെത്തേഡാണ് അപ്ലൈ ഡിസ്ക് മെത്തേഡ്. അപ്പോൾ നമ്മൾ ഡിസ്ക് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക് മെത്തേഡ് വൈ ഈക്വൽ ടു 2 കൂടിയാണ് നമുക്ക് റിവോൾവ് ചെയ്യേണ്ടത്. ഞാൻ ഷെയ്ഡ് ചെയ്തത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, അതുകൊണ്ട് മായ്ക്കുവാണ്. ഇത് എക്സ് ആക്സിസ്, ഇത് നമ്മുടെ വൈ ഈക്വൽ ടു 2, ഇത് വൈ ഈക്വൽ ടു റൂട്ട് എക്സ്. അപ്പം നമ്മുടെ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മൾ ആർ ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. അപ്പം വോളിയം ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി പൈ ഇൻറ്റു ആർ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നുള്ള ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഹിയർ ആർ ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ രണ്ട് വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസാണ്. ഇവിടെയാണെങ്കിൽ വൈയുടെ വാല്യൂ റൂട്ട് എക്സ്, ഇവിടെയാണെങ്കിൽ വൈയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 2 മൈനസ് റൂട്ട് എക്സ് ആണ്. അപ്പോൾ ആർ ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 മൈനസ് റൂട്ട് എക്സ് ആണ്. കാരണം ഈ വാല്യൂ 2, ഇത് റൂട്ട് എക്സ്, അപ്പോൾ 2 മൈനസ് റൂട്ട് എക്സ് എന്ന് വരും. അപ്പം നമുക്ക് ആർ ഓഫ് എക്സ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താ? എക്സിൻ്റെ റേഞ്ചാണ്. എക്സ് 0 തൊട്ട് 4 വരെയല്ലേ? കാരണം
y2 വരണമെന്നുണ്ടെങ്കിൽ x4 വരണം. അപ്പോൾ അത് x വേരീസ് ഫ്രം 0 to 4. Therefore വോളിയം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 4 പൈ ഇൻറ്റു r of x square dx which is equal to integral 0 to 4 pi into 2 minus root x square dx എന്ന് വരും. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ ചെയ്തത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ റീജിയനും y ഈക്വൽ ടു 2 കൂടെ തമ്മിൽ ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡിസ്ക് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ y ഈക്വൽ ടു 2 എന്നുള്ള ലൈനും y ഈക്വൽ ടു റൂട്ട് എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ റേഡിയസ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 മൈനസ് റൂട്ട് എക്സ് എന്ന ആർ ഓഫ് എക്സ് വരുന്നത്. ഇനി നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻ്റഗ്രൽ പൈ പുറത്തെടുത്തു. ഇൻ്റഗ്രൽ 0 to 4 2 റൂട്ട് എക്സിനെ 2 മൈനസ് റൂട്ട് എക്സ് സ്ക്വയർ ചെയ്യുമ്പം 4 മൈനസ് 4 റൂട്ട് എക്സ് പ്ലസ് എക്സ് എന്ന് വരും. 2 മൈനസ് റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പം 4 മൈനസ് 2 ഇൻറ്റു 2 4 റൂട്ട് എക്സ് പ്ലസ് എക്സ് എന്നാണ് വരുന്നത്. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പൈ ഇൻറ്റു 4x മൈനസ് 4 റൂട്ട് എക്സിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. എക്സ് റേസ് ടു ഹാഫ് എന്ന് പറയുമ്പം എക്സ് റേസ് ടു 1/2 പ്ലസ് 1 അപ്പോൾ എക്സ് റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 എന്ന് വരും. റൂട്ട് എക്സിനെയാണ് ചെയ്യുന്നത്. റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു ഹാഫ്. എക്സ് റേസ് ടു ഹാഫിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് റേസ് ടു 1/2 പ്ലസ് 1 എക്സ് റേസ് ടു 3/2 പ്ലസ് എക്സിനെ ചെയ്യുമ്പം എക്സ് സ്ക്വയർ ബൈ 2 റേഞ്ച് 0 to 4 വരും. അപ്പം പൈ ഇൻറ്റു 4x മൈനസ് 4 ഡിവൈഡ് ബൈ 3/2 അപ്പോൾ അതിന് നമുക്ക് ഇൻറ്റു 2/3 എന്ന് എടുക്കാം. അപ്പോൾ അത് 8/3 എക്സ് റേസ് ടു 3/2 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 റേഞ്ച് 0 to 4 വരും. അപ്പോൾ നമ്മൾ റേഞ്ച് 4 കൊടുക്കുമ്പം ദിസ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 4 4s are 16 മൈനസ് 8/3 ഇൻറ്റു 4 റേസ് ടു 3/2 പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. 16/2 8. എക്സിന് 0 കൊടുക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം 0ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 16 പ്ലസ് 8 24 മൈനസ് 8/3. ഇനി 4 16ഉം 8ഉം കൂടെ 24. ഇനി മൈനസ് 8/3 ഇൻറ്റു 4 റേസ് ടു 3/2 ആണ്. 4 റേസ് ടു 3/2 എന്ന് ചെയ്ത് നോക്കിയേ. 4 റേസ് ടു 3/2നെ നമുക്ക് 4 റേസ് ടു ഹാഫ് ഓൾ റേസ് ടു 3 എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. 4 റേസ് ടു 3/2നെ 4 റേസ് ടു ഹാഫ് ഓൾ റേസ് ടു 3 എന്ന് എടുത്താൽ നമുക്കത് 4 റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് 4 ആണ്. അത് 2 വരും. അപ്പോൾ 2 ക്യൂബ്. അപ്പോൾ അത് 8 ആണ്. അപ്പോൾ 4 റേസ് ടു 3/2 എന്ന് പറയുന്നത് ഇൻറ്റു 8 ആണ്. 4 റേസ് ടു 3/2നെ നമുക്ക് 2 ക്യൂബായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. 4 റേസ് ടു ഹാഫ് ഓൾ റേസ് ടു 3. അപ്പോൾ നമുക്ക് പൈ ഇൻറ്റു 24 മൈനസ് 64/3 നമുക്ക് എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. പൈ ഇൻറ്റു എൽ സി എം 3 വരുമ്പം 72 മൈനസ് 64/3 ആൻസർ 8π/3 എന്ന് വരും. അപ്പം ആൻസർ 8π/3 വന്നു. നോക്കിയേ, നേരത്തെ ആൻസർ 32π/5 ആയിരുന്നു. അതിന് തൊട്ട് മുന്നിലത്തെ ആൻസർ 8π ആയിരുന്നു. അപ്പോൾ നമ്മൾ ആക്സിസ് മാറുമ്പം മെത്തേഡും മാറും, അതിൻ്റെ വോളിയവും മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കാരണം വോളിയം മാറുന്നത് എന്താ, നമ്മൾ ഓരോ ആക്സിസിൽ കൂടെ റിവോൾവ് ചെയ്യുമ്പോഴും കിട്ടുന്ന സോളിഡിൻ്റെ ഷേപ്പിന് വ്യത്യാസമുണ്ട്. ഇനി ലാസ്റ്റ് പാർട്ട്. ഇത്രയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് പാർട്ട് തന്നെ ചെയ്യാൻ പറ്റുമായിരിക്കും. തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ബാക്കി വീഡിയോ കണ്ടാൽ മതി. ലാസ്റ്റ് നമ്മുടെ x ഈക്വൽ ടു 4 എന്നുള്ള ലൈനാണ്. ഇതാണ് x ഈക്വൽ ടു 4. നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ റീജിയൻ എന്ന് പറയുന്ന ഈ ഒരു പോർഷനാണ്. ഇത് y ഈക്വൽ ടു 2. നമ്മളതിനെ x ഈക്വൽ ടു 4 കൂടെ റിവോൾവ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പില്ലേ. ഈ റീജിയനും x ഈക്വൽ ടു 4ഉം തമ്മിലൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഇതിന് y ആക്സിസിൽ കൂടെ ഗ്യാപ്പ് ഉള്ളപ്പം ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ r ഓഫ് y കാണുന്ന സ്മോൾ r ഓഫ് y എന്ന് പറയുന്ന ആ ലൈനിൽ നിന്ന് ആദ്യത്തെ കേർവിലോട്ടുള്ള ഡിസ്റ്റൻസ്, ഇതിനെ നമുക്ക് സ്മോൾ r ഓഫ് y എടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിന് നമുക്ക് ക്യാപിറ്റൽ R ഓഫ് y എന്നും എടുക്കാം. അപ്പോൾ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് വരുന്നത്.
എക്സ് ഈക്വൽ ടു 4ഉം റീജിയനും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് വി ഹാവ് ടു അപ്ലൈ വാഷർ മെത്തേഡ്. ഇവിടെ വാഷർ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ വാഷർ മെത്തേഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 4, ഇവിടെ നമ്മുടെ y ഈക്വൽ ടു 2, ഇവിടെ നമ്മുടെ y ഈക്വൽ ടു √x, ഇത് നമ്മുടെ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ലൈന്. അപ്പോൾ ഈ എക്സ് ഈക്വൽ ടു 4ൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഈ ഒരു കേർവിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ സ്മോൾ r ഓഫ് y എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്താ, ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ y ഈക്വൽ ടു √x അല്ലേ, y ഈക്വൽ ടു √x ആണ്. അപ്പോൾ അവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് y², ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ അത് 4 മൈനസ് y² എന്നെടുക്കാമല്ലോ. കാരണം ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ y² ഈക്വൽ ടു എക്സ് എന്നുള്ളതാണ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ എക്സ് y² ആണ്, ഇവിടെ എക്സ് 4 ആണ്. അപ്പോൾ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 മൈനസ് y² ആയിരിക്കും. ഇനി ക്യാപിറ്റൽ R ഓഫ് y, ക്യാപിറ്റൽ R ഓഫ് y എന്ന് പറയുന്നത് y ആക്സിൽ നിന്ന് എക്സ് ഈക്വൽ ടു 4ലോട്ടുള്ള ഡിസ്റ്റൻസാണ്. y ആക്സിൽ നിന്ന് എക്സ് ഈക്വൽ ടു 4ലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ആണ്. Therefore ഇനി നമുക്ക് റേഞ്ച് വേണം. വൈഡ് റേഞ്ചാണ് വരുന്നത്. കാരണം എക്സ് ഈക്വൽ ടു 4 കൂടെ റിവോൾവ് ചെയ്യുക എന്ന് പറയുമ്പം അതിൻ്റെ റേഞ്ച് 0 to 2 ആണ്. y വേരീസ് ഫ്രം 0 to 2. Therefore വോളിയം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 പൈ ക്യാപിറ്റൽ RY² മൈനസ് സ്മോൾ RY² dy എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 പൈ ഇൻറ്റു ക്യാപിറ്റൽ RY എന്ന് പറയുമ്പോൾ 4, അപ്പോൾ 4² മൈനസ് സ്മോൾ RY എന്ന് പറയുന്നത് 4 മൈനസ് y² ദ ഹോൾ സ്ക്വയർ. ഇനി നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ, ഇൻ്റഗ്രേഷൻ ചെയ്തു. പൈ നമുക്ക് പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ 0 to 2 4² 16 മൈനസ് 4 മൈനസ് y² ചെയ്യുമ്പം 16 മൈനസ് 8y² പ്ലസ് y റേസ് ടു 4. ഇൻ്റഗ്രൽ 0 to 2 16 മൈനസ് 16 0, 8y² മൈനസ് y റേസ് ടു 4 dy പൈ ഇൻറ്റു 8y³ 3 മൈനസ് y റേസ് ടു 5/5. റേഞ്ച് 0 to 2 കൊടുക്കണം. y² ചെയ്യുമ്പോൾ y³ 3, y റേസ് ടു 4 ചെയ്യുമ്പോൾ y റേസ് ടു 5/5 എന്ന് വരും. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. 2³ അപ്പോൾ 8 ഇൻറ്റു 8/3 മൈനസ് 2 റേസ് ടു 5 എന്ന് പറയുന്നത് 32/5. അപ്പം പൈ ഇൻറ്റു 64/3 മൈനസ് 32/5. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം LCM 15 വരും. 64 ഇൻറ്റു 5, 4 5s are 20, carry 2, 6 5s are 30, അപ്പോൾ 32 മൈനസ് 32 ഇൻറ്റു 3 എന്ന് പറയുമ്പം 6 96. ഒരു പൈയും കൂടെ കോമൺ ആയിട്ടുണ്ട്. അപ്പം π/50 320 മൈനസ് 96 ആണ്. അപ്പോൾ അത് 224 വരും. അപ്പം 224 π/50 ആൻസർ വരും. അപ്പോൾ എല്ലാത്തിൻ്റെയും ആൻസർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഇത്രേ ഉള്ളൂ, എക്സ് ആക്സിലാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ എക്സ് ആക്സിസും കേർവും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടോ, ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ വാഷർ മെത്തേഡാണ് യൂസ്. അപ്പോൾ എക്സ് ആക്സിസ് അല്ലേ, ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, എക്സ് ആക്സിസിൽ നിന്ന് ആദ്യത്തെ കേർവിലോട്ടുള്ള ഡിസ്റ്റൻസിന് സ്മോൾ r ഓഫ് x ആയിട്ടും രണ്ടാമത്തെ കേർവിലോട്ടുള്ള ഡിസ്റ്റൻസിന് നമ്മൾ ക്യാപിറ്റൽ R ഓഫ് x ആയിട്ട് എടുത്തു. പിന്നെ നമ്മൾ y ആക്സിസിൽ കൂടെ റിവോൾവ് ചെയ്തു. അവിടെ ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കി, ഗ്യാപ്പ് ഇല്ലായിരുന്നു. അപ്പം ഡിസ്ക് മെത്തേഡാണ്, അപ്പോൾ ഒരു റേഡിയസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ y ആക്സിസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ 3 4 നമുക്ക് കിട്ടി. 4ൻ്റെ ആൻസർ ഡിഫറെൻ്റ് ആയിരിക്കും.